ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കോട്ടക്കൽ പുത്തൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഓഷ്യൻ എന്ന പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന മലബാർ മഹോത്സവം. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഒരുപാട് പേര് പോയിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ തുടക്കം തന്നെ പോയിട്ടുണ്ട്. വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആയതാണ്, അപ്പോൾ തീർന്നില്ല. ഇത് എനിക്ക് തോന്നുന്നു ജനുവരി ലാസ്റ്റ് വരെ ഉണ്ട്. അപ്പോൾ പോകാത്തവരൊക്കെ പോവുക, കുട്ടികൾക്കൊക്കെ നല്ലൊരു അനുഭവമായിരിക്കും. ഇതേ ടീം തന്നെ ഇവർ കുറച്ച് മുന്നേ കോഴിക്കോട് നടത്തിയിരുന്നു. കമ്പാരിറ്റീവ്ലി കോഴിക്കോട് ഒരുപാട് എന്താ പറയുക, അവിടുത്തെ അക്വേറിയത്തിൽ സ്കൂബ ഡൈവേഴ്സും മത്സ്യകന്യകമാരും ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, കുട്ടികൾക്കൊക്കെ നല്ലൊരു അനുഭവം. അവിടുത്തെ പോലെ തന്നെ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഇവിടെയും ഒരേപോലെ തന്നെയാണ് എൻട്രൻസ് കയറി വരുമ്പോൾ ഇവിടെ കുറേ കിളികളൊക്കെ ഉള്ളത് കാണാം. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ റോബോട്ടിക് നായയാണ് കേട്ടോ. ഇത് നല്ല രസമായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം ഇതിൻ്റെ കളിയൊക്കെ കണ്ടിരുന്നു. ഒരുപാട് ആൾക്കാരുണ്ട്, കുട്ടികൾക്ക് തികച്ചൊരു കൗതുകം തന്നെയാണ്. ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാനും അതുപോലെ ഇങ്ങനെ ഇതുപോലുള്ള ഓരോ കുഞ്ഞു കുഞ്ഞ് വേലകളൊക്കെ ഈ നായ്ക്കൾ കാണിക്കുന്നുണ്ട് കേട്ടോ. പാട്ടിന് ഡാൻസൊക്കെ ചെയ്യുന്നുണ്ട്, നല്ല രസമായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഇവിടെ നമ്മളിങ്ങനെ ഈ നായയുടെ കളികളൊക്കെ ഇങ്ങനെ കണ്ടു നിന്നു കേട്ടോ. പിന്നെ ഇതിനുള്ളിൽ ഒരുപാട് സ്റ്റോളും കാര്യമൊക്കെ ഉണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നു, 5 വയസ്സിന് മുകളിലുള്ള പിള്ളേർക്കും അതുപോലെ മുതിർന്നവർക്കും ടിക്കറ്റ് ഉണ്ട്. 150 രൂപയാണ് ടിക്കറ്റ് കേട്ടോ. 5 വയസ്സിന് താഴെയുള്ളവർക്ക് കൊടുക്കേണ്ടതില്ല. അപ്പോൾ ഇവിടുത്തെ റൈഡ്സിലൊക്കെ കയറാൻ വേറെ ടിക്കറ്റ് നമ്മൾ കൊടുക്കണം. ഇവിടുത്തെ സ്റ്റോളുകളും ഇതുപോലുള്ള ഈ ഫ്ലവറിൻ്റെ സ്റ്റോളും ഇതൊക്കെ കാണാനാണ് ഈ 150 രൂപ. ഇവിടെയുള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു ഭാഗം കേട്ടോ. ഒരു 3D എഫക്റ്റിൽ നല്ലൊരു ഗാർഡൻ തന്നെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. വലിയ പൂമ്പാറ്റയും വണ്ടും തേനീച്ചയൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലം കേട്ടോ. കുറേ സൂര്യകാന്തി തോട്ടങ്ങളൊക്കെ ആയിട്ട് കുറേ സെൽഫി കോർണേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് എനിക്കിവിടെ ഏറ്റവും ഒരു ഹൈലൈറ്റ് ആയി തോന്നിയത്. ഞങ്ങൾ കുറച്ച് തോന്നെ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. ഇത് കഴിഞ്ഞതാ നേരെ ഇവിടെ നമ്മുടെ അക്വേറിയംസ് ആണ്. അക്വേറിയംസ് കുറച്ച് തോനെ കാണാനുണ്ട്. അണ്ടർ വാട്ടർ ടണൽസ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, എനിക്ക് ഇതിനേക്കാളും ഇഷ്ടമായത് കോഴിക്കോടായിരുന്നു. അവിടുത്തെ നല്ല അടിപൊളിയായിരുന്നു. ഒരുപാട് ഫിഷുകളും പിന്നെ അതുപോലെ ആ മത്സ്യകന്യകൊക്കെ അവിടുത്തെ അന്നത്തെ ഒരു ഹൈലൈറ്റ് തന്നെ ആയിരുന്നു കേട്ടോ. അതൊന്നും ഇവിടെ ഇല്ല, എന്നാലും കുറച്ചൊക്കെ ഫിഷ് ഉണ്ട്. അവിടെ ഇതിനേക്കാളും ഫിഷസ് ഉണ്ടായിരുന്നു. എന്നാലും കുട്ടികൾക്ക് ഒരു ദിവസം അടിപൊളിയാക്കാനുള്ള എല്ലാ സംഭവം 150 രൂപയിൽ ഇവർ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്ക് മാത്രമല്ല, ഈ അക്വേറിയം അങ്ങ് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സ്റ്റാളുകളാണ്. നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് നമുക്ക് കിട്ടും കേട്ടോ. പഴയകാല മിഠായികൾ, അതുപോലെ അച്ചാർ, ഹലുവ, എല്ലാ സാധനങ്ങളുണ്ട്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനും കണ്ടു നോക്കുക. ഞാൻ ഒരുവിധമൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാം ഇങ്ങനെ എടുത്താൽ വീഡിയോ ഭയങ്കര ലെങ്തി ആവും. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നറിയാം. എന്നാലും ഒരുവിധമൊക്കെ ഞാനിങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ മെമ്പർ ആവുക കേട്ടോ. ഇഷ്ടമായാലും തീർച്ചയായും ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ സജസ്റ്റ് ചെയ്യുക. പോകാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോവാട്ടോ. കോട്ടക്കൽ പുത്തൂരിൽ നമ്മുടെ ആ പാടത്ത് അടുത്തായിട്ടാണ് ഇതുള്ളത്. നല്ല അടിപൊളി തന്നെയാണ്. ഒരുപാട് കലാകാരന്മാരുടെ പാട്ടും പരിപാടിയൊക്കെ അവിടെ ഉണ്ട്.
ഈ കാണുന്നത് ഒരു മാജിക് കളർ ബുക്കാട്ടോ, അതായത് നമുക്ക് കളർ കൊടുക്കാം, അതായത് ഇതുപോലെ മായ്ക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പോൾ ഒന്ന് ലെനുട്ടാനും വാങ്ങിച്ചു, ഒന്ന് ഇനൂസും വാങ്ങിച്ചു. ലെനുട്ടാന് ആൽഫബറ്റ്സിന് വാങ്ങി, ഇനൂസ് ബാർബീൻ്റെ കൊടുത്തിട്ടോ. അത് 100 രൂപയാണ് ഒരു ബുക്കിന്. അപ്പോൾ അത് അതിൻ്റെ കൂടെ തന്നെ കളറും ഉണ്ട്, പിന്നെ മായ്ക്കുന്ന ചെറിയൊരു ടിഷ്യൂ ഉണ്ട് കേട്ടോ. അത് നല്ല വേർത്തായി തോന്നിയപ്പോൾ നമ്മൾ വാങ്ങിച്ചു കേട്ടോ. പിന്നെ ഈ കാണുന്നതൊക്കെ കണ്ടോ, ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ പോലെ പഴയകാല മിഠായികളാട്ടോ. പണ്ടത്തെ ഒരുപാട് മിഠായികളുണ്ട് ഇവിടെ. കൊല്ലം ഭാഗത്തു നിന്നാണ് ഇവർ വന്നിട്ടുള്ളത്. ഒരുപാട് ഭാഗത്തു നിന്ന് വന്ന ഒരുപാട് എൻ്റർപ്രണേഴ്സ് ഉണ്ട് കേട്ടോ. ഒരുപാട് അവരുടെ സംരംഭമായിട്ടും പിന്നെ ഒരുപാട് മെഷീനും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്താനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. ഇങ്ങനെ കുറേ സ്റ്റാൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇതാ നേരെ ഫുഡ് കോർണറാണ് കേട്ടോ. ഇവിടെ വലിയൊരു ഫുഡ് കോർട്ടിന് ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ദോശയും പുട്ടും പിന്നെ എന്താ പറയുക, പല ഐറ്റംസും ഉണ്ട്. കുത്തു പൊറോട്ട, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അതാ ബീഫും ചപ്പാത്തിയും പൊറാട്ടയും പുട്ടും എല്ലാം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കപ്പയും പിന്നെ നമ്മുടെ ബീഫും ഉണ്ട്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഒരുപാട് ഭാഗത്തുനിന്ന് വന്ന ഫുഡിൽ എക്സ്പയർഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഒരുപാട് സ്റ്റാൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചിലതൊക്കെ ടേസ്റ്റ് നോക്കി. അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇങ്ങോട്ടാണ് വന്നത്, റൈഡ്സിൻ്റെ സ്ഥലത്തേക്ക്. പിന്നെ ഇവിടുത്തെ തോണിയും വലിയ കൊട്ടയായിരുന്നു കേട്ടോ. അത് ഭയങ്കര ഹൈലൈറ്റ് തന്നെ ആയിരുന്നു. വലിയ തോണി എന്ന് പറഞ്ഞാൽ വലിയ തോണി. സത്യം പറഞ്ഞാൽ കയറണം എന്നുണ്ടായിരുന്നു. പിന്നെ പിള്ളേരെല്ലാവരും കൊണ്ട് കയറാൻ ഒരു ധൈര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തോണിയിൽ കയറിയില്ല കേട്ടോ. വലിയ ചാറ്റൽ കൊട്ടയായിരുന്നു. അത് ഭയങ്കര രസമായിരുന്നു കാണാൻ തന്നെ. കണ്ടപ്പോൾ തന്നെ ശരിക്കും പേടിയാവുന്നുണ്ടായിരുന്നു. നമ്മൾ മക്കളെ ചെറിയ 1-2 റൈഡിൽ കയറ്റി. കണ്ടോ ഈ തോണിയുടെ ഒരു വലിപ്പം നോക്കി നിങ്ങൾ പഠിച്ചോനെ. അത് ഇങ്ങനെ ആടുമ്പോൾ ഭയങ്കരമായിട്ട് സത്യമായിട്ടും പേടിയായി പോകും കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഓഷ്യൻ എന്താ പറയുക 2025 മലബാർ മഹോത്സവത്തിലുള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഒരു ദിവസം മക്കളായിട്ട് വന്നാൽ നമുക്ക് അടിച്ചു പൊളിച്ച് പോവാം. അതുപോലെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയും ചെയ്യാം. അതുപോലെ വിശക്കുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഫുഡ് കോർട്ട്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇത് കണ്ടോ, കുട്ടികൾക്കൊക്കെ ഒരുപാട് റൈഡ്സൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ വലിയവർക്കും ഒത്തിരി റൈഡ്സ് ഉണ്ട് കേട്ടോ ഇവിടെ. ഈ ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അത് കണ്ടോ, ഒരു ഒട്ടകവും ഉണ്ട്, അതുപോലെ ഒരു കുതിരയുണ്ട്. നമുക്ക് ഒട്ടക സവാരിയും കുതിര സവാരിയൊക്കെ നടത്താം കേട്ടോ. അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെയും ചെയ്യും. അപ്പോൾ ഇതാണ് ഓഷ്യൻ 2025. ഇത് കണ്ടോ, 3 ആൾക്കാരുടെ പ്രോഗ്രാംസ് ഇവിടെയുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.